കൊൽക്കത്ത, സിംഗപ്പൂർ, ഷാങ്ഹായ് ചലച്ചിത്രമേളകളിൽ മികച്ച നിരൂപക പ്രശംസയും അംഗീകാരങ്ങളും നേടിയ ശ്രീലങ്കൻ ചിത്രമായ റിവർ സ്റ്റോൺ ഇത്തവണത്തെ IFFKയിൽ മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു സിനിമയാണ്. ലളിത് രത്നായകി അണിയിച്ചൊരുക്കിയ ചിത്രത്തിന്റെ തിരക്കഥ, ഛായാഗ്രഹണം, അഭിനേതാക്കളുടെ പ്രകടനം എന്നിവയ്ക്ക് നിരവധി പ്രശംസകളാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ശ്രീലങ്കയിലെ നക്കിൾസ് പർവ്വതനിരകളിലൂടെ 3 പോലീസുകാർ ഒരു തടവുകാരനുമായി സഞ്ചരിക്കുന്നതാണ് ചിത്രത്തിന്റെ കഥാഗതി. അധികാര തർക്കങ്ങളും ശ്രീലങ്കയിലെ വംശീയ സംഘർഷങ്ങളുമാണ് ചിത്രത്തിലൂടെ സംസാരിക്കുന്നത്. യഥാർത്ഥ സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തയ്യാറാക്കിയ ചിത്രം മനുഷ്യാവസ്ഥയുടെ പല തലങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പാർശ്വവൽക്കരിക്കപ്പെടുന്ന കഥകൾക്ക് ശബ്ദം നൽകാനാണ് ലളിത് രത്നായകെ തന്റെ സിനിമകളിലൂടെ ശ്രമിക്കുന്നത്. 2019 പുറത്തിറങ്ങിയ ദി അതർ ഹാഫ് ആണ് ലളിത് രത്നായകയുടെ ആദ്യ ചിത്രം. വിവിധ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ ചിത്രം പ്രദർശിപ്പിക്കപ്പെടുകയും നിരവധി നിരൂപക പ്രശംസകൾ നേടുകയും ചെയ്തിട്ടുണ്ട്. IFFK വേൾഡ് സിനിമ കാറ്റഗറിയിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ചിത്രം കൊൽക്കത്ത ചലച്ചിത്രമേളയിൽ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ മികച്ച സംവിധായകനുള്ള ഗോൾഡൻ റോയൽ ബംഗാൾ ടൈഗർ അവാർഡും നേടിയിരുന്നു. കൂടാതെ സിംഗപ്പൂർ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടനും മികച്ച സംവിധായകനുമുള്ള പുരസ്കാരവും ചിത്രം സ്വന്തമാക്കി. ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഏഷ്യൻ ന്യൂ ടാലന്റ് വിഭാഗത്തിൽ മികച്ച തിരക്കഥാകൃത്ത്, മികച്ച ഛായാഗ്രഹകൻ എന്നീ വിഭാഗത്തിൽ 2 അവാർഡുകളും ചിത്രം കരസ്ഥമാക്കിയിരുന്നു.